നമുക്ക് ചുരിദാർ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ബാട്ടിക്കിന്റെ പ്രിന്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് സെപ്പറേറ്റ് വാഷ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കളറിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ കളർ കാർഡ് യൂസ് ചെയ്യാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു കളറിൻ്റെ ഇത് പറയുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെല്ലാം നമ്മൾ കളർ കാർഡ് യൂസ് ചെയ്യേണ്ടി വരും. എല്ലാത്തിനും അല്ല, നമ്മൾ എടുത്ത് പറയുന്ന ഐറ്റംസിന്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും എനിക്കങ്ങനെ ഉറപ്പ് എല്ലാം പോയി വാഷ് ചെയ്ത് നോക്കുന്ന ടൈം എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ പോലെ ഇരിക്കുന്ന ഐറ്റംസിന് ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. ജസ്റ്റ് ഒന്ന് സൈഡ് നമ്മൾ ഇൻ കേസ് നമ്മൾ തയ്ച്ചിട്ടാണെങ്കിലും ഒരു ശക്കലം ഇതിൻ്റെ ഒരു സൈഡ്, ഇത് ഫ്രണ്ടും ബാക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് രണ്ടും കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് മുക്കരുത് കേട്ടോ. ചെറുതായിട്ട് ആ സൈഡ് മാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ മൊത്തത്തിൽ മുക്കാവുള്ളൂ. അത് നമ്മൾ ആ മെറ്റീരിയൽ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കളർ എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മൊത്തം കൂടെ എടുത്ത് ആ ഒരു വെള്ളത്തിൽ മുക്കരുത്. ജസ്റ്റ് കളർ കാർഡ് മേടിച്ചിട്ട് അതൊരു ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. കളർ കാർഡിന് വലിയ പ്രൈസ് ഒന്നും ആവുന്നില്ല, കാരണം മെറ്റീരിയൽ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടി കളർ ഇപ്പോൾ ശകലം പോയെന്ന് വെച്ചൊന്നും മെറ്റീരിയൽ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല കേട്ടോ. പിന്നെ ആ ഒരു കളർ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലേ, അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് കളർ കാർഡിൽ ഒറ്റ പ്രാവശ്യം മുക്കിയിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. പിന്നെ നോർമലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കോട്ടൺ മെറ്റീരിയൽ മാത്രം ചിലതിന് ഞാൻ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇത് ബാക്കിലും ഫ്രണ്ടിലും രണ്ട് രീതിയിലാണ്. അപ്പം മെറ്റീരിയൽ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എടുത്ത് പറയുന്ന ഐറ്റംസ് മാത്രം ഒരു ശക്കലം, അതിപ്പോൾ ഇതിനെന്നല്ല കേട്ടോ, ഏത് മെറ്റീരിയലും നമുക്ക് ജസ്റ്റ് അങ്ങനെ വേറെ വലിയൊരു പണിയല്ലല്ലോ. ശകലം സൈഡ് മാത്രം ഒന്ന് എടുത്ത് വാഷ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനെന്നല്ല, നമ്മുടെ ഇവിടെ നിന്ന് മേടിക്കുന്നതിനൊന്നും അല്ല. എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ പോകാതിരിക്കും. അതിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ലെങ്ത്ത് കിട്ടുന്ന സൈസ് ഐറ്റം കേട്ടോ. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഒരു താഴത്തെ ബോർഡർ ഇത് നല്ല വീതിയായിട്ടൊരു അക്കോബ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ആ താഴെയാക്കി ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അല്ല യോക്കാക്കി ചെയ്യണമെങ്കിൽ ഇത്രയും പോർഷൻ കട്ടായി പോകും. അതുകൊണ്ടാണ് താഴെയാക്കി തന്നെ തയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിൽ, റേറ്റ് ഭയങ്കര റീസണബിൾ ആട്ടോ. കാരണം ഇത്ര അക്കോബയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് നല്ല റീസണബിളാണ്. ദുപ്പട്ട പ്ലെയിൻ ഷിഫോണാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു റേറ്റ് തരാൻ പറ്റുന്നത്. എന്നാലും ഈ ഒരു റേറ്റ് തരാൻ വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ എല്ലാം ഇട്ടേക്കുന്നത്. ഇനി ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞ പോലെ പ്രിൻ്റ് ഇല്ല, പ്ലെയിൻ ആയിട്ടാണ് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. അതാണ് മെയിൻ ഇത്. ഇത്രയും അക്കോബയുടെ ആ ഒരു ഇത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്ക് സൈഡും കൂടെ അത്ര ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റേറ്റിൽ എന്തായാലും നിൽക്കത്തില്ല. പിന്നെ ബോട്ടം വന്നേക്കുന്നത് സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. ഗീവ് അവേ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഗീവ് അവേസ് ഉണ്ടാവും. അപ്പോൾ ഇത് വരുന്നത് 12 തൊട്ട് 15 വരെയുള്ള വീഡിയോസിൽ നിന്ന് അതിൽ ഷെയർ ചെയ്തിരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ലെങ്ത്തുള്ള ഐറ്റമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് ഫുള്ള് ലെങ്ത് ആട്ടോ. എനിക്കൊന്ന് 49-50 ഒക്കെ ആകുമ്പോൾ ലെങ്ത് തയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 380, റേറ്റ് 960 രൂപ മാത്രമേ ഉള്ളൂ, 960. അടുത്ത ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിലും നല്ല വീതിയായിട്ട് തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുൾ ബാറ്റിക്കിൻ്റെ പ്രിന്റ്, ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 384, റേറ്റ് 960. ഷെയ്ഡ് എല്ലാവരും ഇഷ്ടപ്പെട്ട വൈൻ കളറാണ്, നല്ല വൈനില്ല ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതുപോലെ താഴത്തേക്ക് നല്ല വീതിയായിട്ട് തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട്. അതുകൂടെ വരുമ്പോഴത്തേന് ഇതുണ്ട്, എല്ലാത്തിനും അത്രയും തന്നെ എക്സ്ട്രാ അത്രയും ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കോട്ടൻ്റെ ടൈപ്പ് ഫാബ്രിക്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 378, റേറ്റ് 960. ബ്ലാക്ക് ആട്ടോ, നല്ല ജെഡ് ബ്ലാക്ക് കളറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു XXLകാർക്ക് വരെ ഓക്കെ ആയിരിക്കും. കാരണം ഇതിങ്ങനെ ആ ഒരു മെറ്റീരിയൽ അങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. XXLകാർക്ക് വരെ ഓക്കെ കേട്ടോ. ദുപ്പട്ട വരുന്ന ഇതാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇതിന് ഒരു ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 379, റേറ്റ് 960 രൂപ മാത്രമേ ഉള്ളൂ, 960.